ഹായ് എവരിവൺ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലബാബ്ദാർ ആണ്. ഇതൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഇത് മുഗ്ലായ് കുസൈനിൽ വരുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലബാബ്ദാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കഴുകി ഞുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പ്യൂരിയാക്കി എടുത്തു വെച്ചേക്കുകയാണ്. അതോടൊപ്പം 5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ജസ്റ്റ് അരിഞ്ഞിട്ടേക്കുന്നത്, 2 പച്ചമുളക്, 4 കാഷ്യൂ നട്ട്സ്. ഇനി ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടി വേണം. യോഗട്ട്, അധികം പുളിയില്ലാത്ത തൈര്. നമുക്കാദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. 750 ഗ്രാം ചിക്കൻ ആണുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇട്ടു. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, യോഗർട്ട് 4 ടേബിൾ സ്പൂൺ. അധികം പുളിയില്ലാത്ത തൈരാണിത്, നല്ല കട്ടിയുള്ള തൈര്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് കൂടാതെ ഇതിലോട്ട് നമുക്ക് സ്വല്പം മസാല കൂടി ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വേണ്ടത് വോൾ സ്പൈസസ് ആണ്. പെപ്പർ കോൺസ് ഒരു 8-10 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കറുവാപ്പട്ട ഒരു സ്റ്റിക്ക്, ബേ ലീഫ്, ജാതിപത്രി ഒരു ചെറിയ ജാതിപത്രി, 2 ഏലക്ക, 1 പിഞ്ച് ജീരകം. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണികൾ ഇവിടെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഒരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, കാഷ്യൂ നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ സവോളയൊക്കെ കോരി മാറ്റാം. വെള്ളം വേണ്ട, വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കഷ്ണങ്ങളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് കളയണ്ട, ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച സവോളയും കാഷ്യൂ നട്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു പാൻ ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മൾ സവോളയുടെ മിശ്രിതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ
മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഒത്തിരി തീ കൂട്ടി വെക്കരുത്, കാരണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളിയുടെ പ്യൂരി ഇട്ട് കൊടുക്കാം. 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് വെച്ചിരുന്നതാണ്, അതൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാം. ഇതിപ്പോൾ നമ്മൾ വഴറ്റാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് തീ അല്പം കൂട്ടി വയ്ക്കാം. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ സവോള വേവിച്ച് വെച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള ഗ്രേവിയാണ് ഇതിന് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഗ്രേവിയുടെ ഉപ്പ് കൂടി ഒന്ന് നോക്കണം. ഇതിന് പാകത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനു മുൻപ് നമുക്ക് തീ ഒരൽപ്പം കുറച്ച് വയ്ക്കാം. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ചു കൊടുക്കാം. 2 3 4. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നമുക്ക് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ നല്ലതുപോലെ കുറച്ചാണ് വെച്ചിരുന്നത് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ച ശേഷം. ഇനി ഞാൻ ഒരു കാര്യം ഇതിലേക്ക് ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയി. കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്പം കസൂരി മേത്തി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ലബദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്